അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഒരു സ്വഹാബി ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ. അപ്പോഴാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിലൂടെ ഇങ്ങനെ നടന്നു പോണത്. അപ്പോൾ ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, മോനെ ഖദ് നളറ അല്ലാഹു ഇലൈക്, എടാ നിങ്ങളെ ആ ചൊല്ലിയില്ലേ, അതുകൊണ്ട് കരുണക്കടലായ അല്ലാഹ് കാരുണ്യത്തിൻ്റെ നോട്ടം നിന്നിലേക്ക് നോക്കുന്നുണ്ട്. യാ റബ്ബി യാ റഹ്മർ റഹീം എന്ന് വിളിക്കുമ്പോൾ കാരുണ്യത്തിൻ്റെ നോട്ടം, കരുണക്കടലായ നാഥനായ റബ്ബ് നിന്നെ നോക്കുന്നുണ്ട് മോനെ എന്ന് പഠിപ്പിക്കണതാരാ? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹ്ക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പോൾ ബിസ്മിയുടെ വാക്കിൽ കൊണ്ടുപോയി പഠിച്ചോൻ വെച്ചെന്താ? റഹ്മാനും റഹീം എന്നാണ്. കാരുണ്യവാനെ എന്ന് വിളിക്കപ്പെടാൻ അള്ളാഹ്ക്കത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ മുമ്പൊരു ചരിത്രം പറഞ്ഞിട്ടില്ലേ, നിങ്ങൾക്കത് നല്ല ഓർമ്മയുണ്ടാവും. എന്നാലും വീണ്ടും ഒരു ബറക്കത്തിന് എൽപ്പോൾ ഈമാൻ കിട്ടാൻ ഒന്നുകൂടെ ഞാൻ പറയണം. നബിയുല്ലാഹി മൂസ അലൈഹി സ്വലാമിൻ്റെ കാലത്ത് ഒരു പെണ്ണ്, ഒരു സഹോദരി വന്ന് മൂസാ നബിയോട് ചോദിക്കുന്നില്ലേ, മൂസ എനിക്ക് വേണ്ടി ഒന്ന് ദ്വാരക്കണം, മക്കളില്ല മൂസ, ആളുകളൊക്കെ കുത്തുവാക്ക് പറയുന്നുണ്ട്. എന്തിനാ അങ്ങനെ കുത്തുവാക്ക് പറയാൻ പാടുണ്ടോ? കുറ്റം പറയാൻ പാടുണ്ടോ? മക്കളെ തരുന്നവനാരാ? അള്ളാഹു അല്ലേ? അള്ളാഹുവാണ്. അത് തിരിച്ചറിയണം കേട്ടോ. ഒരാളെയും കുറ്റപ്പെടുത്താൻ പാടില്ല. നമുക്കുണ്ടായ മക്കളൊക്കെ നേർവഴിയിലാകുമെന്ന് വല്ല ഉറപ്പുണ്ടോ? ഇല്ലല്ലോ, ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അപ്പോൾ മൂസാ നബി അള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, യാ റബ്ബി ഈ സഹോദരിക്ക്, ഈ സ്ത്രീക്ക് നീ ഒരു കുഞ്ഞിനെ കൊടുക്കണേ. ഉടനെ അള്ളാഹ് പറയുന്നുണ്ട്, ഇല്ല മൂസ, ഇന്നി കത്തബ്തുഹ അഖീം, ഞാൻ അവളെ പടച്ചത്, സൃഷ്ടിച്ചതൊരു വന്ധ്യയായിട്ടാണ്, ഞാൻ അവളെ വിധിച്ചതൊരു വന്ധ്യയായിട്ടാണ്. അവൾ പ്രസവിക്കൂല മൂസ, അവൾ പ്രസവിക്കൂല. മൂസാ നബി അലൈഹി സ്വലാം മനസ്സോടെ അവളെ കാരണം പറഞ്ഞ് ബോധ്യപ്പെടുത്തി. മോള് ക്ഷമിക്ക്, അള്ളാഹ് വലിയ പ്രതിഫലം തരും, കുഞ്ഞുണ്ടാവില്ല എന്നാണ് പഠിച്ചോൻ പറയണേ. പക്ഷെ പോകാൻ നേരത്ത് ആ പ്രതീക്ഷ കൈവിടാതെ അവർ പറയുന്നുണ്ട്, മൂസ നിങ്ങൾ നബിയല്ലേ, നിങ്ങൾ ദ്വാരക്കട്ടോ. അങ്ങനെ പോയി ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളൊക്കെ കഴിഞ്ഞു. കുറേ നാൾ കഴിഞ്ഞപ്പോഴേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സഹചാരികളോടൊപ്പം ഇങ്ങനെ നടന്നു പോകുമ്പോണ്ട് അന്ന് തൻ്റെ അടുക്കൽ കുഞ്ഞില്ല എന്ന് പറഞ്ഞു വന്നൊരു പെൺകുട്ടി കയ്യിലൊരു കുട്ടിയേയും പിടിച്ച് നിൽപ്പുണ്ട്, കയ്യിലൊരു കുഞ്ഞിനെയും പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതിപ്പോൾ കുഞ്ഞില്ലാത്തത് കൊണ്ട് ആരുടെയെങ്കിലുമൊക്കെ കുട്ടി എടുത്തതായിരിക്കും അല്ലേ. ഇപ്പോൾ മൂസാ നബി ചോദിച്ചു, ഇതാരുടെ കുട്ടിയാ? ഇതെൻ്റെ കുട്ടി, റസക്കനില്ല, എൻ്റെ റബ്ബ് എനിക്ക് തന്ന കുട്ടി. പിന്നെ നിനക്ക് കുഞ്ഞുണ്ടാവില്ല എന്നല്ല പറഞ്ഞല്ലേ, കള്ളത്തരം പറയരുത്. ഞാൻ എന്തിന് കളവ് പറയണം മൂസ, ഞാൻ എന്തിന് കളവ് പറയണം? എൻ്റെ റബ്ബ് തന്ന എൻ്റെ കുഞ്ഞാണത്. അള്ളാഹിനോട് ചോദിച്ചു, യാ റബ്ബി സത്യമാണോ ഇത്? സത്യമാണ് മൂസ. അപ്പോൾ നീയല്ലേ റബ്ബെ കുഞ്ഞുണ്ടാവില്ല എന്ന് പറഞ്ഞത്? സംഗതി എൻ്റെ വിധി അങ്ങനെയൊക്കെ തന്നെയാണ് മൂസ. പക്ഷേ അവൾ എന്നെ വിളിച്ചു മൂസ, റഹ്മാൻ റഹ്മാൻ റഹ്മാൻ, റഹീം റഹീം റഹീം. എൻ്റെ കാരുണ്യത്തിൻ്റെ മുഴുവൻ ആശയങ്ങളും മേളിച്ച് നിൽക്കുന്ന ആ ഇസ്മുകൾ കൊണ്ട് എന്നെ വിളിച്ചപ്പോൾ എൻ്റെ വിധിയെ ഞാനങ്ങ് മാറ്റിമറിച്ചു മൂസ എന്ന് അള്ളാഹു റബ്ബുൽ ആലമീൻ. കുഞ്ഞുണ്ടാകൂല എന്ന് വിധിച്ച പെണ്ണിന് കുഞ്ഞിനെ കൊടുത്തു അള്ളാഹ്. ഒന്ന് 3 തവണ പറഞ്ഞ യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ.